മഴക്കാലത്തുണ്ടാകാനിടയുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനും ജനങ്ങൾക്ക് ആവശ്യമായ അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിനുമായി ടീം എമർജൻസി കേരളയുടെ നേതൃത്വത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ ഉദ്ഘാടനം ചെയ്തു. ടീം ക്യാപ്റ്റൻ അഷ്റഫ് കുട്ടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് സുഹൈൽ ഖാൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ഡിവിഷൻ കൗൺസിലർ കെ.ഇ. റാസി, ടീം അംഗവും നഗരസഭാ കൗൺസിലറുമായ അഫ്സൽ ഇജാസ്, ടീം രക്ഷാധികാരി ഫൈസൽ തമ്പി തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ട്രഷറർ യൂനിസ് ഒറ്റയിൽ നന്ദി പറഞ്ഞു. നഗരസഭയിൽ നിന്നും കോട്ടയം കളക്ട്രേറ്റിൽ നിന്നുമുള്ള മഴക്കാല മുന്നൊരുക്കങ്ങളെക്കുറിച്ച് നഗരസഭാ ചെയർപേഴ്സണും മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സ്വീകരിക്കേണ്ട അടിയന്തര നടപടികളെക്കുറിച്ച് അഡ്വക്കേറ്റ് മുഹമ്മദ് സുഹൈൽ ഖാനും വിശദീകരിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ 7383800108 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്ന് ടീം എമർജൻസി ഭാരവാഹികൾ അറിയിച്ചു. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ന് നടന്ന ചർച്ചയിൽ, നഗരസഭയിൽ നടന്ന ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാ മാസവും കൃത്യമായി സമിതി കൂടി പോവുക, പിന്നെ അതുപോലെ തന്നെ റെസ്ക്യൂ ഗ്രൂപ്പുകളെ വിളിച്ചു ചേർത്ത് കൃത്യമായി അവരുടെ അഭിപ്രായങ്ങൾ തേടി, നഗരസഭ അങ്ങോട്ട് നിർദ്ദേശം വയ്ക്കാതെ റെസ്ക്യൂ സംഘടനകളെ വിളിച്ചു ചേർത്ത് അവരുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി തേടിയിട്ട് ഏത് മേഖല തിരിച്ചു വേണോ, വാർഡ് തിരിച്ചു വേണോ, പ്രത്യേകിച്ചും മഴക്കാലം വെള്ളപ്പൊക്കം വരുന്ന സാഹചര്യം ഇന്നിപ്പോൾ ഇവിടെ പറയുന്ന കേട്ടു. പിന്നെ പൂഞ്ഞാർ മേഖലയിൽ നിന്ന്, പിന്നെ ദീപോയ് മേഖലയിൽ നിന്ന് മണ്ണിടിച്ചിലുണ്ടായി, വെള്ളം കയറി വരികയാണ്. നമുക്കറിയാം, ഈരാറ്റുപേട്ടയുടെ അപ്പുറത്തേക്ക് 5 കിലോമീറ്റർ കടന്നാൽ എല്ലായിടവും മലനിരകളാണ്. മലനിരകളിൽ വലിയ പിന്നെ എന്താ പറയുക, പിന്നെ ഉരുളുപൊട്ടൽ ഉണ്ടാകണമെന്നില്ല, വെള്ളം വരാൻ ചെറിയ 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 മണ്ണിടിച്ചിലുണ്ടായാൽ നമുക്കറിയാം. കുട്ടിക്കൽ പ്രളയം ഉണ്ടായപ്പോഴത്തേക്കും നമ്മൾ കണ്ടു 100 കണക്കിന് മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. ഉരുളുപൊട്ടലുണ്ടായത് ഏതാണ്ട് 8, 10, 15 സ്ഥലങ്ങളിൽ വലിയ ഉരുളുപൊട്ടലുണ്ടായി. പക്ഷെ അതിനോടനുബന്ധിച്ച് ചെറിയ 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 മണ്ണിടിച്ചിലുണ്ടായി. മണ്ണിടിച്ചെന്ന് പറയുമ്പോഴത്തേനും ഈ മണ്ണിങ്ങനെ മഴയത്ത് തണുത്തിരുന്ന് ശക്തമായ മഴ വരുമ്പോഴത്തേക്ക് ഇടിച്ചിങ്ങി പോരുന്നു. അങ്ങനെയാണ് ശരിക്കും പറയും കൈത്തോട്ടിലൂടെ വെള്ളം കൂടുമെന്ന് മേച്ചാൽ പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾ എന്നെക്കാളും കൂടുതൽ ഞാൻ കേട്ടും കണ്ടും വായിച്ചു കൊള്ളാം. പക്ഷെ നിങ്ങൾ ഇത് പോയി നേരിട്ട് കണ്ടതിന് പോസ്റ്റാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ഉടനെ തന്നെ ഒരു വിത്തിൻ 1 വീക്ക്, ഞാനിപ്പോൾ നാളെ കഴിഞ്ഞും തിരുവനന്തപുരത്ത് നമ്മുടെ മന്ത്രിമാരെയൊക്കെ കണ്ട് നമ്മുടെ നാട്ടിലെ ആവശ്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടി ഞാൻ പോവാം 2 ദിവസത്തേക്ക്. അതിനുശേഷം നമുക്ക് ഒരു ഞായറാഴ്ചക്കുള്ളിൽ നമുക്ക് നഗരസഭയിൽ മീറ്റിംഗ് വിളിച്ചുകൂടാം. നിങ്ങളെല്ലാവരും ആ മീറ്റിംഗ്, ഞാൻ പറഞ്ഞത് പ്രസിഡന്റോ സെക്രട്ടറിയോ ഒന്നല്ല, നമുക്ക് എല്ലാവരും വന്ന് കൂടിയിരുന്നല്ലേ, എല്ലാവരും വന്ന് കൂടിയിട്ട് നമുക്ക് ചർച്ച ചെയ്ത് ഒരു കൃത്യമായ ചാനലൈസ് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ നാട്ടിൽ ഇനി അനർത്ഥങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവാതെ എന്തെങ്കിലുമൊക്കെ ദൈവം നമുക്ക് ആ നിലയിൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കിയാൽ അതിനെ കൃത്യമായി തരണം ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഈ റെസ്ക്യൂ ടീമിലൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്ന് മാത്രം വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട്, എൻ്റെ കൂടപ്പുറപ്പുകളെ പോലെ കാണുന്ന നിങ്ങളോട് ഞാൻ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. എല്ലാവരെയും കൊച്ചുനാൾ മുതൽ കാണുന്ന സുഹൃത്തുക്കളാണ്, ആരുടെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഞാൻ